ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീടുകളിൽ എങ്ങനെ നട്ട്സ് റോസ്റ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് കാണാം പെർഫെക്റ്റ് ആയിട്ട്. അതുകൂടാതെ നമ്മൾ ഇന്ന് 3 ടൈപ്പ് ഓഫ് റോസ്റ്റഡ് നട്ട്സ് ആണ് ചെയ്യുന്നത്. പെപ്പർ റോസ്റ്റഡ് നട്ട്സ്, സോൾട്ടഡ് നട്ട്സ്, അതേപോലെ മസാല റോസ്റ്റഡ് നട്ട്സ് കണ്ടു നോക്കാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. സോൾട്ടഡ് റോസ്റ്റഡ് നട്ട്സ് നമ്മൾ സാധാരണ എപ്പോഴും കടകളിൽ നിന്ന് വാങ്ങിക്കാറാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വാങ്ങിക്കുമ്പോൾ സാധാരണ നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇത് വീടുകളിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ആ ഉണ്ടാക്കുന്ന മെത്തേഡ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2 കപ്പ് ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് പൊടിയാണ്. അതിലേക്ക് നട്ട്സ് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഒരു 3 കപ്പ് ഹീപ്ഡായിട്ട് നട്ട്സ് എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചൂടാക്കുമ്പോൾ ലോ മീഡിയം ഹീറ്റിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ പാനിൽ വെച്ചിട്ടാണ് ഇപ്പോൾ റോസ്റ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് അവനകത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെ മൈക്രോവേവിൽ വെച്ചിട്ട് വേണമെങ്കിൽ റോസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ അവനിലോ മൈക്രോവേവിലോ ഒക്കെ റോസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുക. 1-2 ടീസ്പൂൺ വെള്ളം നട്ട്സിലേക്ക് സ്പ്രിങ്കിൾ ചെയ്യുക. എന്നിട്ട് കുറച്ച് ഉപ്പ് വെതറുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു ട്രെയിലേക്ക് പരത്തിയിട്ടിട്ട് 150 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് അവനിൽ വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെയാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുക. ഓരോ 5 മിനിറ്റ്സ് കൂടുമ്പോഴും ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ബേക്ക് ചെയ്തെടുക്കാം. ഇതും ഒരു 15 മിനിറ്റ്സ് സമയം എടുക്കത്തുള്ളൂ. പിന്നെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലാണ് ചൂടാക്കുന്നത്. അതിനുശേഷം ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് ലോ ഫ്ലെയിമിലേക്കാക്കും. അപ്പം ഒന്ന് ചൂടാവാനായിട്ടാണ് ഇപ്പോൾ ഹൈലിട്ടേക്കുന്നത്. അതിന് ശേഷം നമ്മൾ പിന്നെ ലോ മീഡിയം ഹീറ്റിൽ വെച്ചിട്ടാണ് ത്രൂ ഔട്ട് കുക്ക് ചെയ്യുന്നത്. ഇതേപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എടുക്കാം. ഉപ്പ് മാറ്റി ബോളിലേക്ക് എടുക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ ഇതേപോലെ ഈവനായിട്ട് തന്നെ കിട്ടും റോസ്റ്റ് ചെയ്ത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് സോൾട്ട് റോസ്റ്റഡ് നട്ട്സ് ഉണ്ടാക്കി. അപ്പോൾ എല്ലാം ഈവനായിട്ടാണ് റോസ്റ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു ലോ മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് വേണം ത്രൂ ഔട്ട് റോസ്റ്റ് ചെയ്യാനായിട്ട്. ഈ 2 ടിപ്പ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന സോൾട്ട് റോസ്റ്റഡ് നട്ട്സ് ആണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്ത 2 ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മസാല റോസ്റ്റഡ് നട്ട്സും, പിന്നെ ചെയ്യാൻ പോകുന്നത് പെപ്പർ റോസ്റ്റഡ് നട്ട്സും ആണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ഹീറ്റ് ചെയ്യാം. പാനിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ, പാൻ ഹീറ്റ് ചെയ്യുന്നത് വളരെ ലോ ഹീറ്റിലാണ് ഇട്ടേക്കുന്നത്. ഒരു ടീസ്പൂൺ ബട്ടർ ചേർത്തു. ഇനി ഇതിലേക്ക് കുറച്ച് നമുക്ക് മസാലകൾ ചേർക്കണം. 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പെപ്പർ 1/8 ടീസ്പൂൺ, ടേമറിക് പൗഡർ 1/8 ടീസ്പൂൺ, ചാട്ട് മസാല 1/4 ടീസ്പൂൺ. ഇതിലേക്ക് ഒരു 1/8 ടീസ്പൂൺ തന്നെ ജീരകം പൊടിയും കൂടെ ചേർക്കാം. ഇതിലേക്ക് ഒരു നുള്ള ബ്ലാക്ക് സോൾട്ട് കൂടി ഇട്ടിട്ടുണ്ട്. ഈ മിക്സർ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. മസാലയുടെ പച്ചമണം മാത്രം മാറിയാൽ മതി. ഓഫ് ചെയ്തു. ഓഫ് ചെയ്ത ശേഷം നമ്മളിവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന നട്ട്സ് 1 കപ്പ് എടുക്കാം. നന്നായിട്ടൊന്ന് കൂട്ട് ചെയ്യാം. ഈ മിക്സർ നന്നായിട്ട് കൂളാവണം. കൂളായ ശേഷം നമുക്കിത് ബോട്ടിൽ സ്റ്റോർ ചെയ്യാം. ഇത് മാറ്റി വെക്കാം. അടുത്തത് പെപ്പർ ആൻഡ് സോൾട്ട് റോസ്റ്റഡ് നട്ട്സ് ഉണ്ടാക്കാനായിട്ട് വേറൊരു പാൻ വെച്ചു. ഇതിലേക്കും വളരെ കുറച്ച് ബട്ടർ, പക്ഷെ മെൽറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം കാണും. ആ രീതിയിൽ നമ്മൾ ഇട്ടേക്കുന്നത്. ഇതിലേക്ക് പെപ്പർ, ഒത്തിരി ഫൈൻ പൊടിയല്ല, ഇച്ചിരി തരിയുള്ള പൊടിയാണ് എടുത്തേക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ. അതിലേക്ക് കുറച്ച് ഒരു നുള്ള് ബ്ലാക്ക് സോൾട്ട് ചേർത്തു. ബ്ലാക്ക് സോൾട്ടിന് പകരം സാധാരണ ഉപ്പ് വേണമെങ്കിലും ചേർക്കാം. ഉപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇതിനകത്ത് ഓൾറെഡി നമ്മൾ സോൾട്ടഡ് നട്ട്സ് ആണ്. അതുകൊണ്ടാണ് ഒരു നുള്ളേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഇതിലേക്കും 1 കപ്പ് സോൾട്ടഡ് നട്ട്സ്. അപ്പോൾ നമ്മുടെ പെപ്പർ റോസ്റ്റഡ് നട്ട്സും റെഡിയാണ്.
ഇതും ചൂടാറണം. ചൂടാറിയ ശേഷം മാത്രം ബോട്ടിൽ സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയ റോസ്റ്റഡ് നട്ട്സ് എല്ലാം നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ബോൾസിലേക്ക് മാറ്റാം. നമ്മുടെ വീടുകളിൽ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ നമ്മുടെ നട്ട്സ് റോസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഷെയർ ചെയ്തത്. നമ്മളിവിടെ ഉണ്ടാക്കിയത് സോൾട്ടഡ് റോസ്റ്റഡ് നട്ട്സ് ചെയ്തു, പെപ്പർ ആൻഡ് സോൾട്ട് റോസ്റ്റഡ് നട്ട്സ് ചെയ്തു, അതേപോലെ മസാല റോസ്റ്റഡ് നട്ട്സും ചെയ്തു. ഈസി ആയിട്ട് ഉണ്ടാക്കാം. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇത് കൂടാതെ നിങ്ങൾക്ക് പല വേരിയേഷനിൽ നമുക്ക് ചെയ്യാം. ഹെർബ്സ് ഇഷ്ടമുണ്ടെങ്കിൽ ഹെർബ്സും പെപ്പറും മാത്രമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സും പെപ്പറും ഇടാം, ചില്ലി ഫ്ലേക്സും ഹണിയും ചേർക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് നട്ട്സ് വീട്ടിൽ റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Thank you for watching Mahima's Cooking Class.